അയ്യോ, ഒരു ഒന്നൊന്നര വീഴ്ചയാ വീണത്. ഞാൻ ശത്രു സംഹാര പൂജ കഴിഞ്ഞ് വന്നില്ല, അപ്പത്തേക്കും ദൈവം വർക്ക് ചെയ്യാൻ തുടങ്ങി. ഈയിടെ സ്റ്റാൻഡേർഡ് കോമഡി ആണല്ലോ അടിക്കുന്നേ, ഇത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തോട്ടാ. സാറ്, നീ ഈടേറ്റനെ നന്നായി പോഴ്ത്തുന്നുണ്ട്. ഒരു വീഴ്ച ഞാനും പ്രതീക്ഷിച്ചായിരിക്കുന്നത്. നീ ഇതുവരെ പറഞ്ഞതിൽ ഇപ്പൊ പറഞ്ഞതാണ് കോമഡി. പാറു മതി, ഉള്ള ചിരി മൊത്തം ചിരിച്ചു തീർക്കണ്ട. പിന്നെ കോമഡി പറയുമ്പോ എങ്ങനെ ചിരിക്കും? ചിരിക്കടോ. സോറി, കേട്ട ഡയലോഗ് വ്യക്തവും ശക്തമായ ഉദ്ദേശമാണെങ്കിൽ മാത്രമാണെങ്കിലേ റിയാക്ഷൻ കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് കോഴിക്കോട് നാടകാചാര്യൻ വാസുദേവ മാഷ് പറഞ്ഞിട്ടില്ലേ? അല്ല, കൊറേ നേരമല്ലേ സ്കോർ ചെയ്യാൻ തുടങ്ങിയിട്ട്. നിനക്ക് ഇന്ന് ഷൂട്ടിംഗ് ഉള്ളതല്ലേ, കാണിച്ചു തരാം. നിന്നെ ഇന്ന് കൂവി വിളിപ്പിച്ച് തൊലി ഉരിപ്പിച്ചിട്ടുള്ള വേറെ കാര്യം നോക്കിയോ. നാണിക്കാനും വേണ്ടടി ബോധം. മിനിമം ചെറിയ രീതിയിലൊക്കെ നാണം കെടാനുള്ള ബോധം എനിക്കുണ്ട്. പക്ഷേ അതിന്റെ അഹങ്കാരം ഒന്നും അവനില്ല, അല്ലടാ. എന്നാലെന്തോ അവരെത്താത്തത്. അവര് വരുവാടാ, സമാധാനപ്പെടും. ഞാൻ നോക്കട്ടെ. ആത്മപ്രശംസ നല്ലതാ, പക്ഷെ ആദ്യം നിന്റെ ഈ മുണഞ്ഞ സ്വഭാവമൊക്കെ മാറ്റിയിട്ട് വിവരവും വിദ്യാഭ്യാസമുള്ള ഒരു യോഗ്യനായിട്ട് മാറണം. മാറാം, മാറിയിരിക്കും. മേക്കപ്പ് ആ കൊച്ചേ, മോഡൽ വെച്ച് അവൾ എത്തുമ്പോ ഒന്നും പറഞ്ഞേക്കണേ. വല്ല നല്ല മോഡലാണേ അറിയിക്കാം. ചെല്ല്, പറയണേ. ഓക്കെ. നീ എന്താ റോയിച്ച, എന്തിന്റെ ആഡ് ഷൂട്ടാ? എന്നെ അനുഗ്രഹിക്കേ. നീ നന്നായി വരൂട, പോയി സിനിമാലോകം കീഴടക്കണ. താങ്ക് യു റോയിച്ച. ചെല് പോട്ടെ. സാറെന്താ ഇവിടെ? വെറുതെ മോഡൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തൊക്കെ ആയിരിക്കും. അത് പിന്നെ ഈ മോഡൽ ഞാൻ കുറെ നാളായല്ല കാണാൻ തുടങ്ങിയിട്ട്. വാ മോന് ഞാൻ പണി തരാം. വാ സാറാ, പോടാ അവിടെ നിന്ന്. സാറു, നീ മൊബൈൽ മറ്റേ കയ്യിൽ ക്യാമറ ആക്കിയോ? കയ്യിലെന്തെങ്കിലും വേണ്ടേ? വേണം. ഒടുവിൽ ഇവിടെ വരുന്ന ഗേൾസിനൊക്കെ ഫോട്ടോ എടുത്തെന്ന് പറഞ്ഞ അവരുടെ ബോയ് ഫ്രണ്ട്സ് നിന്നെ ഇടിച്ച് പെരുമാറുമ്പോഴേ കയ്യില് മാത്രമല്ല ദേഹത്തും എന്തെങ്കിലും കിട്ടിക്കോളും. അയ്യോ, ഇത്രയും വലിയ ഡയലോഗ് പറഞ്ഞ് ഒപ്പിച്ചതല്ലേ, നാ കുടി. വേണ്ടെങ്കിൽ വേണ്ട. സാറാ, നമ്മുടെ രണ്ടുപേരുടെ ഒന്ന് രണ്ട് നല്ല സ്നാപ്പ് എടുത്താലോ? കസ്റ്റമർ മാനേജ് ചെയ്യല്ലേ? കസ്റ്റമറോട് തന്നെ ചോദിക്കാം. എക്സ്ക്യൂസ് മീ, ഐ ആം ടോണി. ഐ ആം പൂജ. ഞങ്ങളുടെ രണ്ടുപേരുടെ ഒന്ന് രണ്ട് നല്ല സ്നാപ്സ് എടുത്ത് തരാമോ? ഓക്കെ. ചെരിഞ്ഞ് കുറച്ചുകൂടി കണ്ടോ? മോഡല് തന്നെ. നിനക്ക് സിനിമ ട്രൈ ചെയ്തൂടെ? സീരിയസ്ലി? ഈ സെർവൻസിന്റെ ഒക്കെ റോളിന് ഭയങ്കര പിടിയാന്നാ കേട്ടെ. ടോണി, സോറിയടാ. അതൊക്കെ പോട്ടെ, റോയ്ച്ചൻ എന്തേ? റോയ്ച്ചൻ കോഴിക്കടയിൽ പോയി. കോഴിക്കടയിലോ? അതെന്തിനാ? അവിടെ ഒരു ഒഫീഷ്യൽ മീറ്റിംഗ് ഉണ്ട്. കോഴിക്കട എന്തിനാ പോണേ? കോഴിയെ വാങ്ങാൻ. രാത്രി കോഴിയാണോ? രാത്രി മാത്രമല്ല, റോയ്ച്ചൻ ഫുൾ ടൈം കോഴിയാ. ഈ കൊച്ചിന് വേറെ ഒന്നും ചോദിക്കാനില്ലേ? അല്ല ചോദിക്കട്ടെ, നിനക്ക് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടോ? എനിക്കോ? പിന്നെ എനിക്കോ? ഞാൻ നിന്നോടല്ലേ ചോദിച്ചത്. ഞാനൊരു ബിൽഡപ്പിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇവിടുത്തെ സ്റ്റാഫിനോട് ചോദിച്ചു നോക്കൂ, ഞാൻ ഇവിടെ വരുന്ന ഏതെങ്കിലും ഗേൾസിനോട് സംസാരിക്കാറുണ്ടോ? എനിക്ക് ഇതൊന്നും താല്പര്യമില്ല. എന്റെ ഏട്ട അതൊന്നും എന്നെ പഠിപ്പിച്ചിട്ടില്ല. ഈ ഫ്ലോട്ടിംഗ് ചേട്ടൻ അറിഞ്ഞിട്ടും പഠിപ്പിക്കാഞ്ഞതാണോ? ചേട്ടനോ? പാവാ. ചേട്ടൻ ഈ വിഷയത്തിൽ ശകലം വീക്കാ. പാവം, നാടത്ത് പാവാ. സീരിയസ് ആയി പറഞ്ഞാണോ? അല്ല, നീ എന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് കരുതി എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് വിചാരിച്ചാ ചോദിച്ചത്. പക്ഷെ നീ ഇങ്ങനെ ഒരാളാണെന്ന് അറിഞ്ഞാൽ എനിക്ക് മോശമാ.
പക്ഷെ നീ ഡ്രസ്സിംഗ് സെൻസും നീ പരിചയപ്പെടുന്ന രീതി കണ്ടാൽ ആരും നീ ഒരു ഫ്രീക്കാന്നേ വിചാരിക്കുള്ളൂ. മിനിമം 4 ബോയ് ഫ്രണ്ട്സും കൂടെ അടിച്ചു പൊളിച്ച് നടക്കുന്ന എന്റെ ഫ്രണ്ട്സിനെ ഞാൻ നിന്നെ എങ്ങനെ പരിചയപ്പെടുത്തും ടോണി? കർത്താവേ, പണി പാലും വെള്ളത്തിൽ കിട്ടി. ഇനി എന്താ ചെയ്യുക? മൊബൈല് തന്നെ ശരണം. പൂജ, സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ഗേൾസിന് ഇതൊന്നും ഇഷ്ടമല്ല. നിന്നെ ഞാൻ അവരുടെ കൂട്ടത്തിലാണ് പെടുത്തിയത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. സീരിയസ്ലി, ഈ ഫോണില് ഒരൊറ്റ ബോയുടെയും നമ്പർ ഉണ്ടെങ്കിൽ നീ പറയുന്ന പണി ഞാൻ നോക്ക്. ഞാനേ നല്ല കിടിലം ഫ്രീക്കാ. എല്ലാത്തിനും കൂടെ ഒരുമിച്ച് ഡീൽ ചെയ്യാൻ പറ്റാണ്ട് വന്നപ്പോ ഓരോന്നിനായിട്ട് വിട്ട് കളഞ്ഞതാ. അങ്ങനെയുള്ള എന്നോടാ നിന്റെ ചോദ്യം. ദൈവം എന്റെ കൂടെടാ, അതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്ത് അങ്ങനെ ഒരു നമ്പർ ഇട്ടത്. ഇപ്പൊ കറക്റ്റ് കള്ളത്തരം പുറത്തു വന്നില്ലേ? നീ പെട്ടു. ഇനിയൊന്നും പറയണ്ട. അപ്പൊ ഇടയ്ക്ക് കാണാം. ഞാൻ വരും ആസ് എ ഫ്രണ്ട്. ബൈ. എടീ, തൽക്കാലം നീ ജയിച്ചു. ചെവി നുള്ളിക്കോ. നിന്നെ കൊണ്ട് ഞാൻ എന്റെ പുറകെ നടത്തിക്കും. ആരും കണ്ടില്ല. ഞാൻ കണ്ടു. ഏയ്.